ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു വാവക്കൊരു സോപ്പിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 സോപ്പിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഗോട്ട് മിൽക്കും ഷിയ ബട്ടറും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ ഞാനത് അൺമോൾഡ് ചെയ്തൊരു വീഡിയോ ഞാൻ ആദ്യം തന്നെ കാണിക്കണം. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ അറിയാൻ പറ്റും, അത്രയ്ക്ക് മോയ്സ്ചറായിട്ടുള്ളൊരു സോപ്പാണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഷിയ ബട്ടറും ഗോട്ട് മിൽക്കും രണ്ടിൻ്റെയും ബേസ് എടുത്തിട്ടുണ്ട്. നല്ലൊരു ഹണിയാണ് കേട്ടത്. ഇത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹണിയല്ല, ഇത് വയനാട്ടിലെ ആദിവാസികളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച നല്ല ഹണിയാണിത്. പിന്നെ ഇതിന് ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അതിൻ്റെ സ്മെല്ല് ബേബി ഫ്രാഗ്രൻ സ്മെല്ലാണ് കേട്ടോ. പിന്നെ അതിനായിട്ട് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഞാൻ ഇതിപ്പോൾ ഒരു 100 ഗ്രാം ഗോട്ട് മിൽക്കിൻ്റെ ബേസും ഒരു 50 ഗ്രാം ഷിയ ബട്ടറിൻ്റെ ബേസും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം തേങ്ങാപ്പാൽ ഞാൻ തലേ ദിവസം അതിൻ്റെ ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ പിറ്റേ ദിവസമാകുമ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ നെയ്യ് മാത്രം മുകളിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ സോപ്പ് ചെയ്യണത്. ഇപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ മുകളിൽ നിന്ന് അത് മാത്രമായിട്ട് ഇങ്ങനെ നമുക്ക് ഇതിലേക്കൊരു 10 മില്ലിയോളം ആവശ്യമുള്ളൂ. അപ്പോൾ എനിക്ക് കയ്യിൽ ക്യാമറ വെച്ചിട്ട് അത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ഇത്ര എടുത്തിട്ടുണ്ട്, ഒരു 11 ml എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സോപ്പിനായിട്ട്. അപ്പം പിന്നെ നമുക്ക് ഗ്ലിസറിനും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഹണി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും ഒരു 10-15 ml വരെയും വരും. അപ്പോൾ അതിനുള്ള സോപ്പ് ബേസാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ അതിലേക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ഹണിയാണ്, ഇത് ഇത് ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിൻ, അതൊരു 3-4 ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഹണിയാണ്, ഇത് ഒറിജിനൽ ഹണിയാണ് കേട്ടോ. ഇത് ആദിവാസികളുടെയൊക്കെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണത് ഒരു ഒറിജിനൽ ചെറുതേനല്ല, വൻതേനാണ്, ഒറിജിനൽ ഹണിയാണ്. അതും ഒരു 5-6 ഡ്രോപ്സ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഇതെല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിലൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബേസ് അത് മെൽറ്റായിട്ടുണ്ട്, ഞാൻ അതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഒരു 10 സെക്കൻഡോളം ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. ആ വെള്ളത്തിൻ്റെ ചൂടിൽ ഇരുന്നാൽ മതി. ഇനി നമുക്കതിൻ്റെ സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. ബേബി ഫ്രാഗ്രൻസ് ആണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ സ്കിന്നിന് അത്രയ്ക്ക് സ്യൂട്ടായ രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കിയേക്കണം. അപ്പം ആർക്കെങ്കിലും കുഞ്ഞു വാവകൾക്കൊക്കെ ഇതുപോലുള്ള നല്ല മോയ്സ്ചറായിട്ടുള്ള സോപ്പ് വേണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സോപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അൺമോൾഡ് ചെയ്ത വീഡിയോ ഞാനിത് ആദ്യം കാണിച്ചതാണ്. അപ്പം ആ സോപ്പിൻ്റെ ആ ഭംഗി എന്ന് പറഞ്ഞാൽ ആ സോപ്പ് അത്രയ്ക്ക് മോയ്സ്ചറാണ്, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഞാനതൊന്നുകൂടി കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി ഇതിൽ വെച്ചെന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ.